നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 416th day. Today 16th sloka of 6th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം. ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 416 ദിവസം. ഇന്ന് 6ാമത്തെ അധ്യായത്തിലെ 16ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 6ാമത്തെ അധ്യായത്തിലെ 16ാമത്തെ ശ്ലോകം. ഓം ശ്രീകൃഷ്ണായ നമഃ. ഊർധ്വം സപ്തൈവ ലോകാശ്ച കൽപ്പനീയാസു വിസ്തരം തേഷു വിപ്രാവിരക്താശ്ച സ്ഥാപനീയാ പ്രബോധ്യ ച. ഊർധ്വം സപ്തൈവ ലോകാശ്ച കൽപ്പനീയാസു വിസ്തരം തേഷു വിപ്രാവിരക്താശ്ച സ്ഥാപനീയാ പ്രബോധ്യ ച. ഓം തസ്തത്. ആ സപ്താഹയജ്ഞം നടത്തുന്നതിൻ്റെ സ്ഥലത്തിൻ്റെ ഊർധ്വഭാഗത്തിൽ, അതായത് മേൽഭാഗത്തിൽ ഭൂതാദികളായ സപ്തലോകങ്ങളെ കൽപ്പിക്കണം. പിന്നീട് വായിക്കുന്ന മഹാനെ ഇരിക്കാൻ ദിവ്യമായ ഒരു നല്ല ഒരു ആസനം ഉണ്ടാക്കി വയ്ക്കണം. പിന്നീട് ലോകങ്ങൾ, അതായത് ഇവിടെ ഇരുന്ന് വായിക്കുമ്പോൾ എല്ലാ ലോകത്തിലുള്ള ആൾക്കാരും കേൾക്കണം. അല്ലയോ ബ്രാഹ്മണന്മാരെ നേരിട്ട് കാണുവാനായി ഭാവിച്ചിട്ട് ഭഗവാന്മാരെല്ലാം ദേവന്മാരെല്ലാം ഇവിടെ സന്നിഹിതരായിരിക്കുന്നു എന്ന് കരുതി മേൽഭാഗത്തുള്ളവരെയെല്ലാം ദേവന്മാരായി, മേൽഭാഗത്തുള്ള ദേവന്മാരും ദേവാദിലോകങ്ങളെയെല്ലാം സങ്കല്പിച്ചിട്ട് അതിനു താഴെ ആ മണ്ഡപത്തിൽ ആ വിപ്രന്, അതായത് ആ സപ്താഹം പാരായണം ചെയ്യാൻ, സപ്താഹം നടത്താൻ ഉദ്ദേശിക്കുന്ന ആ മഹാന് ഇരിക്കുവാനായ ദിവ്യ ആസനത്തെ സ്ഥാപിക്കണം എന്നാണ് ഇതിൽ പറയുന്നത്, ശ്ലോകത്തിൽ പറയുന്നത്. സ്ഥാപനീയ പ്രബോധ്യജ. നന്നായിട്ടുള്ള ഒരു വിദഗ്ധനായിട്ടുള്ള ആ മഹാനുഭാവനെ ഇരിക്കുവാനായിട്ട് നല്ലൊരു ഇരിപ്പിടം സജ്ജമാക്കണം എന്നാണ് പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. എങ്ങനെയാണ് ഒരു സപ്താഹ പാരായണം നടത്തേണ്ടത്, സപ്താഹം നടത്താൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ ശ്ലോകങ്ങളിലായിട്ട് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ ആ സപ്താഹം നടത്തുന്നതിൻ്റെ മേൽഭാഗമൊക്കെ ദേവലോകങ്ങളായിട്ട് 7 ദേവലോകങ്ങളുമായിട്ട് കൽപ്പിക്കണം മനസ്സിൽ. എന്നിട്ട് അവിടെ ആ സപ്താഹ മണ്ഡപത്തിൽ ആ സപ്താഹം പാരായണം ചെയ്യുന്ന ആൾക്ക് ഇരിക്കുവാനുള്ള ഇരിപ്പിടം നന്നായി സജ്ജമാക്കണം എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിൽ. ശ്ലോകം ഒരിക്കൽ കൂടി. ഊർധ്വം സപ്തൈവ ലോകാശ്ച കൽപ്പനീയാസു വിസ്തരം തേഷു വിപ്രാവിരക്താശ്ച സ്ഥാപനീയാ പ്രബോധ്യ ച. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.